ത്രിദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 39 സങ്കീർത്തനം 12 വാക്യം. ഞാൻ എന്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഐ എം എ sojourner with you, a temporary resident like all my ancestors. ജീവിതയാത്ര ക്ഷണികമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 39. നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും വ്യർത്ഥവും സമ്പാദ്യങ്ങളും ധനങ്ങളും ഒക്കെ ആർ അനുഭവിക്കുമെന്നും നിശ്ചയമുള്ള ഒരു ജീവിതമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും തന്റെ ജീവിതയാത്രയിൽ ഒരു പ്രത്യാശ വെച്ചിരിക്കുന്നുണ്ട് ഈ സങ്കീർത്തനക്കാരൻ. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഐ എം എ sojourner with you. ദൈവത്തോടൊപ്പം ചേർന്നുള്ള യാത്രയാണ് യഥാർത്ഥ ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ യാത്രകളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് വ്യർത്ഥത തോന്നുന്നു, ശൂന്യത തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ക്ഷണികമായ ഈ ജീവിതത്തിൽ നാം യാത്ര ചെയ്യുന്നത് ദൈവത്തോടൊപ്പമാണ്. സോ ദ ജേർണി ഈസ് ടെമ്പററി ബട്ട് ദ കമ്പാനിയൻ ഈസ് എറ്റേണൽ. ആ ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടരുവാൻ നമുക്ക് ഇടയാകണം. അപ്പോൾ ജീവിതം അർത്ഥപൂർണമായി തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.